ഹായ് ഓൾ. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സിലബസ് പ്രകാരം നവോത്ഥാന നായകരിൽ ആദ്യത്തെ ആളായ ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതേപോലെ നമ്മുടെ സിലബസ് മാത്രമല്ല, LDC പോലെയുള്ള ഏത് സിലബസിലും ഈ നവോത്ഥാന നായകന്മാർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം ഏത് എക്സാം എഴുതാൻ പോകുന്നവർക്കും ഈ ഒരു നവോത്ഥാന നായകന്മാരുടെ പഠിച്ചിട്ട് പോകേണ്ടതാണ്. അപ്പം നമുക്ക് നോക്കാം. അദ്ദേഹം ജനിച്ചത് 1852 ഓഗസ്റ്റ് 26. ജനനം 1852 ഓഗസ്റ്റ് 26. 1852 ഓഗസ്റ്റ് 26 അദ്ദേഹം ജനിച്ചത്. ജന്മസ്ഥലം കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട്, ചിറ്റൂർ, പാലക്കാടിനടുത്തുള്ള കൊല്ലങ്കോടിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യകാലനാമം ഗോവിന്ദൻകുട്ടി എന്നാണ്. അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ഗോവിന്ദൻകുട്ടി എന്നത് ആരുടെ ബാല്യകാല നാമമാണ് എന്നൊക്കെ ചോദിക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമമാണ് ഗോവിന്ദൻകുട്ടി. യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ. കാരാട്ട് ഗോവിന്ദൻ മേനോൻ എന്നത് ആരുടെ യഥാർത്ഥ നാമമാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരാണ് കാരാട്ട് ഗോവിന്ദമേനോൻ. ബാല്യകാലത്തിൽ ഗോവിന്ദൻകുട്ടി എന്നറിയപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദമേനോൻ. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വിഗ്രഹ ആരാധനയ്ക്കെതിരായും ജാതി സമ്പ്രദായത്തിനെതിരായും ശക്തമായി വാദിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വിഗ്രഹ ആരാധനയ്ക്കെതിരായും ജാതി സമ്പ്രദായത്തിനെതിരായും ശക്തമായി വാദിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യകാല സംസ്കൃത ഗുരു പത്മനാഭശാസ്ത്രികളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല സംസ്കൃത ഗുരു പത്മനാഭശാസ്ത്രികളാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യകാല സംസ്കൃത ഗുരു ആരാണ്? പത്മനാഭശാസ്ത്രികൾ. പദ്യരചനയിലുള്ള അഭിരുചി കണക്കിലെടുത്ത് തൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഏത് പ്രശസ്ത സംസ്കൃത പണ്ഡിതൻ്റെ ശിഷ്യത്വമാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സ്വീകരിച്ചത്? കൂടല്ലൂർ ശാസ്ത്രിയുടെ ശിഷ്യത്വമാണ് അദ്ദേഹം സ്വീകരിച്ചത്. കൂടല്ലൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രശസ്ത സംസ്കൃത പണ്ഡിതൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അദ്ദേഹമാണ് പണ്ഡിതനാണ്. കൂടല്ലൂർ ശാസ്ത്രിയാണ് പണ്ഡിതൻ. രാജാവായാലും രാജ്ഞിയായാലും കർമ്മിയായാലും പ്രവർത്തിയെടുക്കണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. രാജാവായാലും രാജ്ഞിയായാലും കർമ്മിയായാലും പ്രവർത്തിയെടുക്കണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഹിംസാത്മകമായ മതകർമ്മങ്ങൾ നടത്താതിരിക്കുക, താലികെട്ട് കല്യാണം, പുലകുളി എന്നിവ ഒഴിവാക്കുക. ഹിംസാത്മകമായ മതകർമ്മങ്ങൾ നടത്താതിരിക്കുക, താലികെട്ട് കല്യാണം, പുലകുളി എന്നിവ ഒഴിവാക്കുക. ശവസംസ്കാര ചടങ്ങുകൾ ലഘുവാക്കുക എന്നിങ്ങനെ ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണെന്ന് അഭിപ്രായപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ്. മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണ് എന്ന് അഭിപ്രായപ്പെട്ടതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി സംസ്കൃത അധ്യാപകനായി ജോലി ആരംഭിച്ച വിദ്യാലയമാണ് നേറ്റീവ് ഹൈസ്കൂളിലാണ് അദ്ദേഹം അധ്യാപകനായി ജോലി ആരംഭിച്ചത്. നേറ്റീവ് ഹൈസ്കൂൾ.
ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ. ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗ നരകങ്ങളില്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ദർശനം ആനന്ദ ദർശനമാണ്. മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗ നരകങ്ങളില്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ദർശനം ആനന്ദ ദർശനമാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതമാണ് ആനന്ദമതം. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതമാണ് ആനന്ദ മതം. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി എന്നിങ്ങനെ അറിയപ്പെടുന്നതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹത്തെ ആലത്തൂർ സ്വാമികൾ എന്നും സിദ്ധമുനി എന്നിങ്ങനെയും അറിയപ്പെടുന്നുണ്ടായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയെ. പുരുഷസിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകനാണ്. പുരുഷസിംഹം എന്നും വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. പഠിപ്പ് തന്നെ മനുജനു ഭൂഷണം, ഉടുപ്പ് ഭൂഷാദികളൊന്നുമല്ലഹോ, മിടുക്കരായിട്ടു വരേണമെങ്കിലോ മടിച്ചിടാതങ്ങു പഠിച്ചുകൊള്ളുവിൻ എന്ന് തുടങ്ങുന്ന പ്രശസ്ത പദ്യകൃതിയുടെ കർത്താവും ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. പഠിപ്പ് തന്നെ മനുജനു ഭൂഷണം, ഉടുപ്പ് ഭൂഷാദികളൊന്നുമല്ലഹോ, മിടുക്കരായിട്ടു വരേണമെങ്കിലോ മടിച്ചിടാതങ്ങു പഠിച്ചുകൊള്ളുവിൻ. ഇത് നല്ലൊരു വരികളാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ നല്ല പ്രശസ്തമായ പദ്യകൃതിയാണ്. നല്ല അർത്ഥവത്തായിട്ടുള്ള വരികൾ കൂടിയാണ് അല്ലേ. മനുഷ്യന് ഏറ്റവും ആവശ്യം എന്താണ്? പഠിപ്പ് തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ വേഷവിധാനങ്ങളുടെയോ ഭൂഷാദികളുടെയോ അല്ലെങ്കിൽ അലങ്കാരങ്ങളുടെയോ ഒന്നും ആവശ്യത്തെക്കാൾ ഏറ്റവും നമുക്ക് വേണ്ടത് എന്താണ്? മിടുക്കരായിട്ട് പഠിക്കുക തന്നെയാണ് ഏറ്റവും വേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെ പറയുന്നത്. മടിക്കാതെ പഠിക്കുക എന്നുള്ളൊരു ആശയം. കൊല്ലാതുറുമ്പിനെ കൂടി എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ആനന്ദമഠമാണ്. ആനന്ദമഠത്തിലാണ് കൊല്ലാതുറുമ്പിനെ കൂടി എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ആനന്ദമതം. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം 1918. 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് 1893. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് 1893. എവിടെയാണ്? ആലത്തൂർ, പാലക്കാടിലെ ആലത്തൂരിലാണ് സിദ്ധാശ്രമം സ്ഥാപിച്ചത് 1893. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കാരാട്ട് ഗോവിന്ദമേനോന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന വിശേഷണം നൽകിയത് ബ്രഹ്മസമാജ പ്രവർത്തകരാണ്. ബ്രഹ്മസമാജ പ്രവർത്തകരാണ് കാരാട്ട് ഗോവിന്ദമേനോന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന വിശേഷണം നൽകിയത്. അത് ബ്രഹ്മസമാജ പ്രവർത്തകരാണ്. അയ്യത്താൻ ഗോപാലൻ ഇതിൽ പ്രധാനിയായിരുന്നു. ഈ ഒരു നാമകരണത്തിൽ അയ്യത്താൻ ഗോപാലൻ ആയിരുന്നു പ്രധാനി. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച് സാമൂഹിക പരിഷ്കർത്താവും കൂടിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മസമാജത്തിൻ്റെ സമ്മേളനങ്ങളിൽ ആലപിക്കാനായി ബ്രഹ്മസങ്കീർത്തനം എന്ന പദ്യം രചിച്ചതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മസമാജത്തിൻ്റെ സമ്മേളനങ്ങളിൽ ആലപിക്കാനായി ബ്രഹ്മസങ്കീർത്തനം എന്ന പദ്യം രചിച്ചതും ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ്. വാഗ്ഭടാനന്ദനാണ് ഈ പദ്യം രചിച്ചതെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. മോശപ്രദീപ നിരൂപണ വിതാരണം എന്ന ദീർഘ
പ്രബന്ധത്തിൻ്റെ കർത്താവ്. മോശ പ്രദീപ നിരൂപണ വിതാരണം എന്ന ദീർഘ പ്രബന്ധത്തിൻ്റെ കർത്താവും ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ്. കെ. ഭീമൻ നായർ കുട്ടികൾക്ക് വേണ്ടി രചിച്ച ബ്രഹ്മാനന്ദ സ്വാമിയുടെ ജീവചരിത്രം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്നത് കെ. ഭീമൻ നായർ കുട്ടികൾക്ക് വേണ്ടി രചിച്ച ബ്രഹ്മാനന്ദ സ്വാമിയുടെ ജീവചരിത്രമാണ്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി കോളേജ് സ്ഥിതി ചെയ്യുന്നത് ആലത്തൂർ. പാലക്കാടിലെ ആലത്തൂരിലാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. കിളിപ്പാട്ട് രൂപത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യർ രചിച്ച കൃതിയാണ് ആനന്ദഗാനം. 1923 രചിച്ച ആനന്ദഗാനം എന്നത് കിളിപ്പാട്ട് രൂപത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യർ രചിച്ച കൃതിയാണ് ആനന്ദഗാനം. 1923 ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ രചനകളിൽ ലഭ്യമായ ആദ്യ കവിത എന്ന് പറയുന്നത് കൂടല്ലൂർ ഭഗവതി സ്തുതിയാണ്. കൂടല്ലൂർ ഭഗവതി സ്തുതിയാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ലഭ്യമായ ആദ്യ കവിത എന്ന് പറയുന്നത്. ആദ്യ കവിത എന്ന് പറയുന്നത് കൂടല്ലൂർ ഭഗവതി സ്തുതിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നോക്കാം. സിദ്ധാനുഭൂതി, സിദ്ധാനുഭൂതി. ആനന്ദകൽപ്പമുദ്രമം, ആനന്ദകൽപ്പമുദ്രമം. രാജയോഗരഹസ്യം, രാജയോഗരഹസ്യം. ശിവയോഗരഹസ്യം, ശിവയോഗരഹസ്യം. അപ്പം രാജയോഗരഹസ്യവുമുണ്ട് ശിവയോഗരഹസ്യവുമുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ശ്രീ വിദ്യാപോഷിണി, സ്ത്രീ വിദ്യാപോഷിണി. ജ്ഞാനകുമ്മി, ജ്ഞാനകുമ്മി. ആനന്ദഗാനം, ആനന്ദഗാനം. ആനന്ദവിമാനം, ആനന്ദവിമാനം. വിഗ്രഹാരാധന ഖണ്ഡനം, വിഗ്രഹാരാധന ഖണ്ഡനം. രാജയോഗ പരസ്യം, രാജയോഗ പരസ്യം. ആനന്ദദർശനം, ആനന്ദദർശനം. ആനന്ദസൂത്രം, ആനന്ദദർശനവുമുണ്ട് ആനന്ദസൂത്രവുമുണ്ട്. ആനന്ദകുമ്മി, ആനന്ദകുമ്മി. അപ്പം ആനന്ദകുട്ടി ഒരു കുറച്ചുണ്ടല്ലേ. ആനന്ദഗാനം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആനന്ദഗാനം, ആനന്ദവിമാനം, ആനന്ദദർശനം, ആനന്ദസൂത്രം, ആനന്ദകുമ്മി. ഇങ്ങനെ ആനന്ദം വരുന്നതെല്ലാം എന്താണ്? അദ്ദേഹത്തിൻ്റെ കൃതികളാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. മോശപ്രദീപം, മോശപ്രദീപം. ആനന്ദമത പരസ്യം, ആനന്ദമത പരസ്യം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. പിന്നെ കിളിപ്പാട്ട് രൂപത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യർ രചിച്ച കൃതി ആനന്ദഗാനം. 1923 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കിളിപ്പാട്ട് രൂപത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യർ രചിച്ച കൃതിയാണ് ആനന്ദഗാനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതിയെന്ന് കണ്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം തെറ്റാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യർ രചിച്ച കൃതിയാണ് ആനന്ദഗാനം എന്നുള്ളത്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ രചനകളിൽ ലഭ്യമായ ആദ്യ കവിത കൂടല്ലൂർ ഭഗവതി സ്തുതി. അത് നമ്മൾ കുറച്ച് മുമ്പേ കൂടെ പറഞ്ഞു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ രചനകളിൽ ലഭ്യമായ ആദ്യ കവിത എന്നത് കൂടല്ലൂർ ഭഗവതി സ്തുതിയാണ്. അപ്പം എല്ലാവരും ഒന്നെങ്കിൽ നോട്ട്സ് എഴുതിയെടുക്കുന്നവർ നോട്ട്സ് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ കേട്ടിട്ടാണെങ്കിലും പഠിച്ചെടുക്കുക. 2 തവണ കേട്ടാൽ മതി, പെട്ടെന്ന് നമ്മുടെ തലയിൽ കയറിക്കോളൂ.